തൃശൂർ ജില്ലയുടെ ഏറെ വാണിജ്യ പ്രധാനമുള്ള നാടുകളിലൊന്നാണ് മാള. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ, ഗസലെഴുത്തുകാരൻ പ്രദീപ് അഷ്ടമിച്ചിറയുടെ, ചലച്ചിത്ര നടൻ മാള അരവിന്ദൻ്റെ, ജോർജ് ജോസഫിൻ്റെ എല്ലാം കഴിവുകൾക്ക് ഊടും പാവും നൽകിയ നാടാണ് മാള. മാന്യ പ്രേക്ഷകർക്ക് ലൈംലൈറ്റ് ചാനലിൻ്റെ രാഷ്ട്രീയ സംവാദത്തിലേക്ക് സ്വാഗതം. ചരിത്രമുറങ്ങുന്ന മാളക്കടവിൻ്റെ തീരത്താണ് ഇന്ന് ഈ മൂന്ന് പാർട്ടികളുടെ രാഷ്ട്രീയ സംവാദം നടക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലൈംലൈറ്റിൻ്റെ സംവാദത്തിലേക്ക് സ്വാഗതം. മാള ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളും കോട്ടങ്ങളുമായിട്ടുള്ള ഒരു എളിയ പ്രോഗ്രാമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനായി അതത് രാഷ്ട്രീയ പ്രവർത്തകരായ 4 വ്യക്തികൾ നമ്മളുടെ ഈ ചാനലിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ടി.പി. രവീന്ദ്രൻ സാറിനെയാണ്. രണ്ടാമതായി ഉബൈസ് മാള, മൂന്നാമത് സോയി കോലഞ്ചേരി, ക്രിസ്റ്റോ സെൽവൻ. ഇദ്ദേഹം BJPയുടെ പ്രതിനിധിയാണ്. LDFൻ്റെ ടി.പി. രവീന്ദ്രൻ. ആദ്യമായുള്ള ഒരു ചോദ്യം, കഴിഞ്ഞുപോയ 5 വർഷത്തെ ഭരണ കക്ഷികളാണ് LDFും CPM ഭരണപക്ഷം പഞ്ചായത്ത് ഭരിക്കുന്നത്. അപ്പോൾ നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത്? എന്തൊക്കെ നേട്ടങ്ങളാണ് മാള പഞ്ചായത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്? നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മാള ഗ്രാമപഞ്ചായത്തിലെ 2015-2020 കാലഘട്ടത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ഏതൊക്കെ നിലയിലേക്ക് വളരണം, അതിൻ്റെ ഭാഗമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ 950 മേലെ വരുന്ന ഗ്രാമപഞ്ചായത്തിൽ ഒട്ടും കുറവല്ലാത്തൊരു സ്ഥാനം മാള ഗ്രാമപഞ്ചായത്തിനുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഗ്രാമീണ റോഡുകൾ, വെള്ളം വെളിച്ചമടക്കം വരുന്ന കാര്യങ്ങളിൽ, അതുപോലെ തന്നെ മറ്റുള്ള ചികിത്സാരംഗത്തെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഹെൽത്ത് സെൻ്ററുകളുടെ പ്രവർത്തനങ്ങൾ, അംഗൻവാടി മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സമസ്ത മേഖലയുടെയും, ഒന്നൊന്ന് മാത്രം അങ്ങനെയല്ല, എല്ലാ മേഖലയിലും അത് വേണ്ടത്ര രീതിയിലേക്കുള്ള ഒരു പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൻ്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, മാളയിലെ മാളയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും അതീതമായുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കൊച്ചുമാള എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് കേരളത്തിൻ്റെ ഏറ്റവും സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക്, അതിൽ വേറെ കൈവിട്ടു പോകാതെ തന്നെ മുഴുവൻ ജനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഉയർന്ന ഒരു കാഴ്ചപ്പാടോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചിട്ടുള്ളത്. അതിൽ വേറെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പൊതു ഇടങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസം കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിലവിൽ നടക്കുന്ന സമകാലീനമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ സിനഗോഗ്, ശ്മശാനം. അപ്പോൾ അത് 2 പക്ഷക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിലപാട് എന്തായിരുന്നു പഞ്ചായത്തിൻ്റെ? അതിൽ ഇപ്പോൾ സിനഗോഗും അതുപോലെ തന്നെ നമ്മുടെ സെമിറ്ററിയും ഇത് സംബന്ധിച്ച് ഞാൻ അറിയാലോ, 2005-2010 കാലഘട്ടത്തിൽ ഞാൻ മാള പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സിനഗോഗ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവദിച്ച സംഖ്യ അനുവദിച്ച് 11 ലക്ഷം, 21 ലക്ഷം അനുവദിച്ചു, 11 ലക്ഷം ഉപയോഗിച്ചാണ് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള ഈ പറയുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിലേക്ക് അതിനെ ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ നാശത്തിൽ നിന്ന് ആ രീതിയിലേക്ക് പൊതുജനങ്ങൾ വേറെ രീതിയിലേക്കാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. എങ്കിൽ പോലും അത് അടച്ചുറപ്പുള്ളതാക്കി അത് ഈ രീതിയിലേക്ക് മാറ്റിയത് 2005-2010 കാലത്തിലാണ്. ശരി. അതുപോലെ തന്നെ തകർന്നുപോയ ആ പറയുന്ന ഇവിടുത്തെ മറ്റേ ജൂത സമൂഹത്തിൻ്റെ അവരുടെ പൂർവികർ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ടോമ്പുകൾ അതെല്ലാം തകർന്നു കിടക്കുന്നത് ഇന്നത്തെ കാണുന്ന രീതിയിലേക്ക് കെട്ടി സംരക്ഷിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2005-2010 കാലത്തിലാണ്. ഇപ്പോൾ വരുന്ന വിവാദം അതിൽ വലിയ തെറ്റിദ്ധരിക്കൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചാൽ മാള ഗ്രാമപഞ്ചായത്തിൽ ഇത് 1955 ഒരു ഡീഡ് നിലനിൽക്കുന്നുണ്ട്. ശരി. 1955 ഡീഡ് എന്ന് പറയുമ്പോൾ
ഇസ്രായേലി സമൂഹം അവർക്ക് ലോകത്തിൽ പടർന്നു കിടക്കുന്ന ഇസ്രായേൽ സമൂഹത്തിന് അവർ ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രം മറ്റേ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കേരളത്തിലടക്കം വരുന്ന അല്ലെങ്കിൽ ലോകത്തടക്കം വരുന്ന എല്ലാ പ്രദേശങ്ങളിലും മാളയിലെയും ആൾക്കാർ ഇസ്രായേലിൽ പോയി. അവരന്ന് ഒരു ഡീഡ് അന്നത്തെ ബഹുമാനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് പേട്ടൻ, AD ജോസഫ് പേട്ടൻ്റെ അദ്ദേഹം കൂടി ഒപ്പിട്ട അന്നത്തെ അധ്യക്ഷൻ, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക ഗവൺമെൻറ് എന്നുള്ളതിൽ അന്ന് ഒപ്പിട്ട ആ ഒരു ഡീഡ് എന്നുള്ളത് 1955 എന്ന് വെച്ചാൽ എത്രയും വർഷം കഴിഞ്ഞു. ആ ഡീഡ് ഇപ്പോഴും മാള ഗ്രാമപഞ്ചായത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ എന്താ, ഞങ്ങളുടെ പൈതൃക സ്വത്ത് ഞങ്ങൾ മാള ഗ്രാമപഞ്ചായത്തിനെ നോക്കാൻ ഏൽപ്പിച്ചു പോകുന്നു എന്നാണ്. അതിലൊരു പ്രത്യേക ഒരു ക്ലോസ് അവർ സൂചിപ്പിച്ചിരുന്നു. ഇത് ഒരു കാരണവശാലും ഇതിൽ ഒരടി പോലും താത്തരുതെന്നുള്ള പ്രത്യേക ഡീഡ് അത് വെച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് ദീർഘവർഷം ഉണ്ടായിരുന്നു. വീണ്ടും ഇവിടെ വരുന്ന പലരും അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇതരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ ഈ പൈതൃകം നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആ കാഴ്ചപ്പാട് ഇസ്രായേലുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അവർ ദീർഘവർഷമുള്ളവരാണ്. അവരുടെ ആ കാഴ്ചപ്പാട് പറയുന്ന അതിൻ്റെ ഒരു അനന്തരഫലമാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ ഭാഗമായി ഈ ഇതിനുള്ളിൽ ഒട്ടേറെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു, ഒട്ടേറെ കെട്ടിടങ്ങൾ പണിതു. അതുപോലെ തന്നെ ഇത് പറയുന്ന കഴിഞ്ഞ ഒരു MLA കാലഘട്ടത്തിൽ ശ്രീ പ്രതാപൻ്റെ കാലഘട്ടത്തിലാണ് ഇതിൽ 1 കോടി രൂപയുടെ വരുന്ന ഒരു പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നത്. അതിൽ ഈ പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ടായി, അതുപോലെ സ്വിമ്മിംഗ് പൂൾ അടക്കം വരുന്ന ഐസ്ക്രീം പാർലറുകൾ അടക്കം വരുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗം വന്നപ്പോഴാണ് ഇവിടെ അതിൻ്റെ ഭാഗമുള്ള ഈ പറയുന്ന പൈതൃക സ്വത്തുക്കളുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ നല്ല മനുഷ്യർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇടപെട്ടത് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. ആ പ്രശ്നം തന്നെയാണ് വീണ്ടും, ഞാൻ ചുരുക്കിയാണ് പറയുന്നത്, ആ പ്രശ്നം തന്നെയാണ് വീണ്ടും എന്താ ഇസ്രായേലി സമൂഹം ബഹുമാനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി. ഞങ്ങളുടെ ഈ പറയുന്ന പൈതൃക സ്വത്തുക്കൾ കയ്യേറുകയാണ്, നശിപ്പിക്കുകയാണ്, അതുകൊണ്ട് അടിയന്തരമായി നിങ്ങൾ ഇടപെടണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ അറിയാലോ മറ്റേ BJPയുടെ MP ഇവിടെ ഈ പറയുന്ന പ്രദേശം വന്ന് പരിശോധിച്ചു പോയി. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ പറയുന്ന അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി നടപടി ഉണ്ടാകണം. കാരണം ഇത് നിങ്ങളുടെയല്ല, ഇത് പറഞ്ഞ സംസ്ഥാന ഗവൺമെൻറ് അല്ല, മാള ഗ്രാമപഞ്ചായത്തിൻ്റെ അല്ല, ഇത് ഇസ്രായേലികളുടെ പൈതൃക സ്വത്താണ്. അത് ആ രീതിയിലേക്ക് സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകുന്ന അടിയന്തരമായി മാള ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടു. ഇതൊക്കെ തന്നെ രേഖകളുണ്ടല്ലോ. ഈ രേഖകളെല്ലാം നിലനിൽക്കുന്ന സമയത്ത് മാള ഗ്രാമപഞ്ചായത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, സംസ്ഥാന ഗവൺമെൻറ്റിനും ചെയ്യാൻ പറ്റില്ല. ഇത് സംരക്ഷിക്കുക എന്നുള്ള പണി മാത്രമേ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൂ. അതിൽ വരുന്ന ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാം. ഓക്കെ. അപ്പോൾ സിനഗോഗിൻ്റെ ഈ ഒരു ജൂത ശ്മശാനത്തെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്താണ് പറയാനുള്ളത്? ഇതിൽ നേരത്തെ TP പറഞ്ഞ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. ഇത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിൽ മാളയിലെ ഈ മുസരിസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാണ് മാള. ഒന്നാം ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ മുസരിസിൻ്റെ ഒന്നാം ഘട്ട പദ്ധതിയിൽ മാള ഉൾപ്പെടാതെ പോയി. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട MLA ശ്രീ TN പ്രതാപൻ ഇവിടെ വന്നപ്പോഴാണ് മുസരിസിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് ഈ മുസരിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃകമായിട്ടുള്ള പല കേന്ദ്രങ്ങളുമായിട്ട് മാറി എന്ന് നിൽക്കുന്ന മാള ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഈ മുസരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞത്. നേരത്തെ നമുക്കറിയാം ഇവിടെ ആരും കുറ്റപ്പെടുത്തലല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. പൈതൃകമായിട്ടുള്ള മാളയുടെ സമ്പത്ത് കൃത്യമായി പരിപാലിക്കണമെന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും അതുമായിട്ടുള്ള നിയമങ്ങളും എല്ലാം ഈ രാജ്യത്ത് നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഈ പൈതൃക സ്വത്തായിട്ടുള്ള യഹൂദ ശ്മശാനം അതുപോലെ തന്നെ സിനഗോഗ് ഇത് ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെട്ടതാണ്. അതുകൊണ്ട് അത് വേണ്ട രീതിയിൽ പരിപാലിക്കപ്പെടണം. മുമ്പ് ശ്രീ AK ചന്ദ്രൻ MLA ആയിരിക്കുമ്പോഴാണ് ലീഡർ ശ്രീ K കരുണാകരൻ്റെ സ്മാരകം എന്ന രീതിയിൽ സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള ഫണ്ട് ആദ്യം വെട്ടുന്ന രീതിയിൽ 50 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അപ്പോൾ ആ ഇന്ന് നിലനിൽക്കുന്ന ശ്മശാനത്തിൻ്റെ കിഴക്കുഭാഗം അതുപോലെ അത് വർഷങ്ങളായിട്ട് മൈതാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഭാഗമാണ്. ആ ഭാഗം അതിനു വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കാനും ടോംസ് അടക്കം വരുന്ന പടിഞ്ഞാറ് ഭാഗം ഏതാണ്ട് 1.5 ഏക്കർ വരുന്ന ഈ ഭാഗം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു യഹൂദ സെമിത്തേരി ഏത് രീതിയിൽ പരിപാലിക്കപ്പെടണം ആ നോംസ് വെച്ച് തന്നെ പരിപാലിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ശ്രീ TN പ്രതാപനായിരിക്കുമ്പോൾ ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 1,65 ലക്ഷം രൂപയുടെ പദ്ധതി കൊണ്ടുവന്നത്. ആ പദ്ധതി വിവാദത്തിലാക്കിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് CPIM കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം
ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് അതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിലിരിക്കുമ്പോൾ AK ചന്ദ്രനായിരിക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിനടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം നടത്തിയപ്പോൾ തുടർന്ന് ഐക്യജനാധിപത്യ മുന്നണി വന്നു. ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ശ്മശാനത്തിൻ്റെ സംരക്ഷണത്തിലുള്ള പദ്ധതി കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ വന്നപ്പോൾ അതിന് കേസിന് പോയവരാരൊക്കെയാണെന്നുള്ളത് മാളക്കാർക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ളത് അറിയാം. അങ്ങനെ വന്നപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ പദ്ധതി കോടതി വ്യവഹാരത്തിലേക്ക് വന്നു. ആ കോടതി വ്യവഹാരത്തിൽ വന്ന് ഹൈക്കോടതി ഒരു ഇൻ്ററിം ഓർഡർ എന്ന രീതിയിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു 1.5 ഏക്കർ വരുന്ന പടിഞ്ഞാറ് ഭാഗം അത് പൂർണ്ണമായിട്ടും ശ്മശാനമാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫൈനൽ ഓർഡർ വരെ വരുന്നതുവരെ നടത്താൻ പാടില്ല. കിഴക്ക് ഭാഗം വരുന്ന സ്റ്റേഡിയം അടക്കം ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് യാതൊരു തടസ്സവും കോടതി പറഞ്ഞില്ല. പക്ഷേ നിർഭാഗ്യകരം കഴിഞ്ഞ 5 വർഷമായിട്ട് നമുക്കറിയാം മാളയിൽ ഒരു കായിക പരിപാടിയും ഏറ്റവും കൂടുതൽ കായിക പരിപാടി നടന്നിരുന്ന ആ ഭാഗത്ത് നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിനാരാ ഉത്തരവാദി? ആ ഇൻഡോർ സ്റ്റേഡിയത്തിന് ആവശ്യമായിട്ടുള്ള ഇത് കൃത്രിമ പുല്ലടക്കം ഏതാണ്ട് 2.5 കോടി രൂപ ആ ഭാഗത്ത് ഗവൺമെൻറ് ചെലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളടക്കം തടസ്സപ്പെടുത്തിയതിൽ ഈ ഗവൺമെൻറ്റിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് MLAക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അത് 5 വർഷക്കാലം അതിൻ്റെ വികസനം മുഴുവൻ നഷ്ടപ്പെടുത്തിയതിന് വേറെ ആരുമല്ല ഉത്തരവാദി. അത് മാളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അതിൻ്റെ നേതാക്കളാണ്. അവർ മാളയിലെ സമൂഹത്തോട് കൃത്യമായും ഉത്തരം പറയണമെന്ന് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് വേറൊരു ചോദ്യം ഉന്നയിക്കുന്നത്, കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ ഒരു വിഷയം ഉന്നയിക്കുകയുണ്ടായി. നമ്മുടെ സാമൂഹിക പ്രവർത്തകനായ ഒരു വ്യക്തി ഞങ്ങളുടെ ചാനൽ ചർച്ചയിൽ ഇൻഡോർ സ്റ്റേഡിയം എന്ന് മാത്രമാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പേരെന്നും K കരുണാകരൻ സ്റ്റേഡിയം എന്നൊരു പേര് ആ നാമകരണം ചെയ്തിട്ടില്ല എന്നും ആ സ്റ്റേഡിയത്തിന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് എന്താണ്? ഞാനത് കൃത്യമായിട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ 2009 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട 2009-2000 ഏറ്റവും അതായത് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ലീഡറുടെ മരണത്തിന് ശേഷം ബഹുമാനപ്പെട്ട MLA ആയിരുന്ന അന്നത്തെ MLA ശ്രീ ചന്ദ്രേട്ടനാണ് പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് അത് ലീഡറുടെ പേരിലേക്ക് മാറ്റിയാൽ എത്ര കോടി രൂപ വേണമെങ്കിലും ലീഡറുടെ സ്മാരകം എന്ന രീതിയിൽ ആ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാണ്. ആ ഒരു നിർദ്ദേശപ്രകാരമാണ് അന്ന് പഞ്ചായത്ത് ഭരണസമിതി അടക്കമുള്ള ഇടപെടൽ കൊണ്ടാണ് അന്ന് ഈ ഫണ്ട് അനുവദിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിന് ഇനീഷ്യേറ്റ് ചെയ്തതും ബഹുമാനപ്പെട്ട അന്നത്തെ MLA ശ്രീ AK ചന്ദ്രനാണ്. അതിൽ ഞങ്ങൾക്കോ ഇപ്പോൾ ചന്ദ്രേട്ടനോ എനിക്ക് തോന്നുന്നു ചന്ദ്രേട്ടൻ അടക്കമുള്ള ഇതിൽ അന്ന് അത്തരത്തിൽ ഒരു തർക്കമുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോടതിപരമായിട്ടുള്ള പേപ്പർ വർക്കുകളും കാര്യങ്ങളും നിയമപരമായിട്ട് നടന്നിട്ടുണ്ടോ അങ്ങനെ പേര് സ്ഥാപിക്കാനുള്ള? അല്ല, ഞാൻ അത് പറഞ്ഞോട്ടെ. അതെ, ഇത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ നടക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരുത്തുമ്പോൾ കൃത്യമായും പഞ്ചായത്ത് ഭരണസമിതിയുടെ റെസൊല്യൂഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം, അല്ലാതെ ഇപ്പോൾ നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതിക്ക് കൃത്യമായൊരു പേരുണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്തരത്തിലുള്ള നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതാര് എന്ന ചോദ്യത്തിൽ നിന്ന് വഴുതി മാറുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് BJPക്ക് എന്താണ് പറയാനുള്ളത്? BJPയെ സംബന്ധിച്ച് മാളയിൽ ഒരു സ്റ്റേഡിയം വന്നതിന് ഒട്ടും എതിരുള്ള കൂട്ടത്തിലല്ല. പക്ഷേ മാളയിൽ ഒരു ചരിത്ര സ്മാരകമായി നിൽക്കുന്ന, അതായത് ജൂത സെമിത്തേരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 94-ലുള്ള ജൂയിഷ് അസോസിയേഷൻ ഹൈക്കോടതി പോയ കേസ് മുതൽ അങ്ങോട്ട് പറയേണ്ടി വരും. കാരണം 94-ലാണ് എറണാകുളത്തുള്ള ജൂയിഷ് അസോസിയേഷൻ ആദ്യമായി ജൂത സെമിത്തേരി സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കേസിന് വേണ്ടി പോകുന്നതും അതിൻ്റെ ഇൻജക്ഷൻ ഓർഡർ എന്ന പ്രകാരം 2005-ലാണ് അത് സ്റ്റോപ്പ് മെമ്മോ വരുന്നതും. അതിനുശേഷമാണ് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് A അഷ്റഫ് ഈ പറയുന്ന ജൂത സെമിത്തേരിയിൽ ഓപ്പൺ ഗാലറി, അത് ജവഹർലാൽ നെഹ്റു ഓപ്പൺ ഗാലറി എന്ന പേരിൽ ഒരു 40 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഗാലറി കൊണ്ടുവരുന്നതും അന്ന് ഈ പറയുന്ന കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞു തന്നിരുന്നത് അത് കേസ് കോടതി തള്ളി എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല.
യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം എന്ന ഒരു ക്യാപ്ഷൻ മാത്രമാണ് കോടതി തള്ളിക്കളഞ്ഞത്. കാരണം ഇവിടെ ഈ മാളയെ സംബന്ധിച്ചിട്ട് ആ കാലഘട്ടങ്ങളിൽ ഒരു ജൂതം പോലും താമസിക്കുന്നില്ല. ഇവരത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് അതായത് കോടതി തള്ളി 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 എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോടതി കറക്റ്റായിട്ട് പറഞ്ഞ ക്ലോസ് എന്ന് പറയുന്നത് ഈ ഒരു കേസ് ഹാൻഡിൽ ചെയ്യേണ്ടത് കീഴ്ക്കോടതിയാണ്. അവിടെയാണ് കേസ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് എ കെ ചന്ദ്രൻ MLA ലാസ്റ്റ് ബഡ്ജറ്റിൽ സബ്മിഷൻ വഴി 1 കോടി രൂപ, സോജിയുടെ നേരത്തെ പറഞ്ഞ 50 ലക്ഷം എന്ന് പറഞ്ഞു തെറ്റാണ്, 1 കോടി രൂപയാണ് ആ ബഡ്ജറ്റ് പ്രകാരം മാളയിൽ കരുണാകരൻ്റെ സ്മരണയ്ക്കായിട്ട് ഒരു സ്റ്റേഡിയം പണിയാൻ വേണ്ടി ബഡ്ജറ്റിൽ 1 കോടി രൂപ പാസ്സാക്കുന്നത്. ചോദിക്കാനുള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. അതായത് ഇത്രയും നിയമപ്രശ്നങ്ങളിലും ഇത്രയും ഗൂലുമാലിലും പെട്ടിരുന്ന ഈ ഒരു ഭൂമിയിൽ നിങ്ങൾ എന്തിനാണ് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് മാളയിൽ വേറെ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റേഡിയം പണിതുകൂടെ? അവിടെ തന്നെ ആ സ്റ്റേഡിയം പണിയണമെന്ന് എന്താണ് ഈ 2 പാർട്ടിക്കും ഈ കോൺഗ്രസിന് ഇത്ര വാശി? അതേപോലെ തന്നെ ഇടതുപക്ഷത്തിനോടും. ഈ ഒരു സബ്മിഷനിൽ ഈ പറയുന്ന എ കെ ചന്ദ്രൻ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇതൊരു പ്രോബ്ലമുള്ള ഭൂമിയാണ്, കേസിൽ കിടക്കുന്ന ഭൂമിയാണ് എന്നുള്ളൊരു സാമാന്യ വിവരം പോലും MLAക്ക് ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ അത് ഉണ്ടായിട്ടും അതവർ മറച്ചു വെച്ചു. അന്ന് അവർ പറയുകയാണെങ്കിൽ സ്റ്റേഡിയത്തിന് അനുകൂലമായിട്ടും പിന്നീട് അവർ എതിരായിട്ട് വന്നു. അത് വേറെ ചരിത്രം. അതിനുശേഷമാണ് TN പ്രതാപൻ 2012 ലാസ്റ്റോടെ മാള മഹോത്സവം നടത്തുന്നതും ആ ഒരു ഇതിൽ അനൗൺസ് ചെയ്യുന്നതും അന്യായപ്പെട്ടു കൊടുക്കുന്ന ഈ ഒരു ഭൂമി ഇവിടെ സ്റ്റേഡിയം വരും, അങ്ങനെ കുറേ പ്രൊജക്റ്റ് വരും എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മുസ്ലിംസിൻ്റെ പ്രൊജക്റ്റ് വരുന്നത്. അതിൽ കുറച്ച് പൈതൃവേദിക്കാർ അതിനുശേഷം എതിർപ്പ് വന്നിരുന്നു. ആ എതിർപ്പ് മാറ്റാൻ വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിൻ്റെ മുകളിൽ മാള ഗ്രാമപഞ്ചായത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഹാളിൽ കറക്റ്റായിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു സർവേക്ഷണം നടത്തിയിരുന്നു. അതിൽ പങ്കെടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത് ചരിത്രകാരനായ ശശിഭൂഷൺ, അതുപോലെ MGS നാരായണൻ, അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ആർക്കിടെക്ചർ എല്ലാവരും കൂടിയും ഒരു സർവേക്ഷണത്തിലാണ് പങ്കെടുത്തിരുന്നത്. അന്ന് പൈതൃവേദിക്കാർ അവർ കുറച്ച് മാറ്റങ്ങൾ അനുശാസിച്ച്, അതായത് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എവിടെയൊക്കെ പണിയാതിരിക്കണം എന്നുള്ള കറക്റ്റ് പോയിന്റ് പറഞ്ഞിട്ടാണ് അവർ കൈ പൊക്കിയത്, ഓക്കെ പറഞ്ഞിട്ട്. അതിനുശേഷമാണ് പിന്നീട് ഇവർ പോയി സമരം ചെയ്യുന്നതും കേസിന് പോകുന്നതും. അതായത് ആക്ച്വലി അവിടെ 2005 കാലഘട്ടങ്ങളിൽ 40 ലക്ഷം രൂപയും അതിനുശേഷം TN പ്രതാപൻ 2 കോടി ചില്ലാൻ എമൗണ്ടും പ്ലസ് 12 ലക്ഷം രൂപ TN പ്രതാപൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ടോട്ടൽ 3,20 ലക്ഷം രൂപയാണ് ജനങ്ങളുടെ നികുതി പണം കഴിഞ്ഞ 7 വർഷമായിട്ട് വെറും നോക്കുകുത്തിയായിട്ട് അവിടെ ഇട്ടേക്കുന്നത്. ഈ 2 പാർട്ടിക്കും ഈ ഒരു ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം ആകെ 200 മീറ്റർ ഇല്ല ഒരു സ്റ്റേഡിയം. അവിടെയാണ് ഇവർ സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവരുന്നത് പറയുന്നത്. ആ ഗ്രൗണ്ടിൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ കാൽക്കുലേഷൻ വെച്ച് പറയുകയാണെങ്കിൽ 7s ഗ്രൗണ്ടാണത്. നിങ്ങൾ ഈ സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾ ഫുട്ബോളിനുള്ള ഗ്രൗണ്ട് പണിയുന്നത്? കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അന്നത്തെ ഭരണസമിതി TN പ്രതാപൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ കോൺഗ്രസ് ഭരണസമിതി കറക്റ്റായിട്ട് അത് കൈയിട്ട് വരാൻ വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ഓക്കെ, ഇതേ വിഷയത്തെക്കുറിച്ച് വെൽഫെയർ പാർട്ടി എന്താണ് വിഷയം ഉന്നയിക്കുന്നത്? ഈ പൈതൃക സംരക്ഷണം ഉള്ളൊരു വിഷയം നമുക്കറിയാം. ജൂതന്മാർ ഇവിടെ വന്നിട്ട് അവർക്കൊരു രാജ്യം വന്നപ്പോൾ അവർ ഇവിടുത്തെ സംഗതിയിൽ ഇട്ടെറിഞ്ഞ് പോയതാണ്. ഒരു രാജ്യത്തേക്ക് പോയതാണ്, തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് പോയ ഒരു സംഭവമല്ല. ശരി, എന്നിരുന്നാലും നമ്മുടെ സാംസ്കാരിക നിലവാരം അനുസരിച്ച് അവരുണ്ടായിരുന്ന പൈതൃക പൈതൃകങ്ങൾ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിക്ക് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവർ വരുമ്പോഴും ഇവർ പോകുമ്പോഴും അതിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഇവിടുത്തെ ജനങ്ങൾ അതിൽക്ക് മുമ്പുള്ള പൈതൃക ജനങ്ങളാണ്. ഇവിടുത്തെ കച്ചവടക്കാർ, നാട്ടുകാർ. ഇവർക്ക് വേണ്ടിയാണ് ഗവൺമെൻറ് നിലനിൽക്കേണ്ടത്. സത്യത്തിൽ ഈ വിഷയങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു വിഭാഗം ആളുകൾ ഞങ്ങളാണ് ഇത് കൊണ്ടുവരുന്നത്, ഞങ്ങളാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് ജനങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യണം, ഇത് LDF ആണ് കൊണ്ടുവന്നത്, UDF ആണ് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ ഉള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. ഇവിടെ അടിസ്ഥാനപരമായ ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഈ പൈതൃക സംരക്ഷണ സമിതിയുടെ പ്രശ്നങ്ങളുമായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇത് നിയമവശങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ 3 കോടിയിലധികം രൂപ ലാപ്സാക്കി കളയാനുള്ള 2 കൂട്ടരെയും LDFൻ്റെയും UDFൻ്റെയും ഒക്കെ പ്രവർത്തന ഫലമായിട്ടാണ് ലാപ്സായി പോയത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ഗ്രൗണ്ട്, ഈ ശ്മശാനമൊക്കെ ഉള്ളത്. ഞങ്ങളുടെ കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്.
നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് ആ ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ LDF ആയാലും UDF ആയാലും ഇത് ചിന്തിക്കേണ്ടത് പൊതു ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഇത് ഏതായാലും ഇത് പിന്നെ ജൂതന്മാരുടെ അല്ലെ അവരുടെ പിന്നെ രാജ്യം നോട്ടഡ് ആയ ഒരു സ്ഥലമാണ്. അത് കൊച്ചിയും ഒന്ന് മാളയും. അപ്പോൾ ഈ നോട്ടഡായ സ്ഥലത്ത് നിന്ന് അവർ പിന്മാറാൻ സാധ്യതയില്ല. അപ്പോൾ അതൊരു ഉറപ്പായൊരു സംഗതിയാണ്. അപ്പോൾ ഈ ഉറപ്പായ സംഗതി രണ്ട് കൂട്ടരും പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ വികസന പ്ലാന് ജനങ്ങളെ അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അങ്ങനെ പോകാം എന്ന് പറയാൻ കാരണം വെച്ചാൽ 9 വർഷമായിട്ട് ആ ഗ്രൗണ്ടിലേക്ക് പോകാനോ അവിടെ കളിക്കാനോ പറ്റുന്നില്ല. മാത്രമല്ല ഈ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് അതിപ്പോൾ നിലനിൽക്കുന്നു. കഞ്ചാവ്, വെള്ളം, എല്ലാവിധ സംവിധാനവും ആയിട്ട് അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നാടിനോട് താല്പര്യമുള്ള ആളുകൾ എന്തായാലും ഇത് നിയമത്തിൻ്റെ വശത്ത് കൂടെ പോകും. അപ്പോൾ പ്ലാനും ഇതുമായിട്ട് അതിനോട് എല്ലാവരും സഹകരിക്കണം. നാടിൻ്റെ വികസനമാണ് എന്നുള്ളത് യാതൊരു ഇതുമില്ല. പക്ഷേ മറ്റു പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. മറ്റു പ്രധാന പ്രശ്നമുണ്ട്. കുടിവെള്ളം പോലുള്ള, റോഡ് പോലുള്ള, തോട് പോലുള്ള, കൃഷി പോലുള്ള മറ്റു പ്രധാന ജനങ്ങൾ നിത്യം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് തല ഊരാനുള്ള ഒരു അടവ് മാത്രമാണ് ഈ ഒരു പൈതൃക പ്രശ്നം ചർച്ചയിൽ കൊണ്ടുവരുന്നത്. LDF എന്താണ് ഇതിനെക്കുറിച്ച്? അല്ല, ഇതിൽ വലിയ വ്യാപകമായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് ഈ കാര്യത്തിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നേരായ മാർഗം മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം എവിടം കൊണ്ടാണ് ഇത് മാറ്റം വന്നത് എന്ന് പറഞ്ഞാൽ എന്താ, ഈ മാളയിൽ മുഴുവൻ ആൾക്കാർ അതിൻ്റെ ഒരു പരിമിതി ഉപയോഗിച്ച് കളിച്ചിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിനെ പാടെ മാറ്റം വരുത്തി അതിലേക്ക് ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാക്കി കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണ്. അവിടുത്തെ UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പഞ്ചായത്താണ് അല്ലേ. ഇതിൽ സംസ്ഥാന ഗവൺമെൻറ് ഇത് പ്രാദേശികമായിട്ടുള്ള ആവശ്യം വരുമ്പോൾ പറയും ഇത് ശരിക്കും പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അന്നത്തെ MLA കൊണ്ട്. ഇപ്പോൾ നേരത്തെ സോയി പറഞ്ഞല്ലോ, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ്, എന്ത് ആത്മാർത്ഥ അടിസ്ഥാനത്തിൽ പറഞ്ഞ് ബഹുമാനായിട്ടുള്ള ഇന്ത്യൻ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേര് മാറ്റി ഇവിടെ കേരളത്തിലെ സാമൂഹ്യ നേതാവ് തന്നെയാണ് മറ്റേ കരുണാകരൻ മാറ്റണമെങ്കിൽ ആരാണ് വലുത്? അല്ല, ആരാ വലുത്? അതിൻ്റെ പിന്നിൽ വളരെ അത് ആരെ പറയണത്? വളരെ അപഹാസ്യമായി പറയുന്നത് എന്താ, ഇടതുപക്ഷക്കാരനായ ഒരു MLA പറയുന്നു പേര് മാറ്റാൻ എന്ന് പറയുന്നു. അങ്ങനെ പേര് മാറ്റാൻ പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ പേര് മാറ്റുമോ? ആ പേര് മാറ്റലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. എന്ത് വേണമെങ്കിലും ആവാന്നുള്ളത്. ഞാൻ ചുരുക്കം പറഞ്ഞത്, ഇവിടെ മാന്യമായി കളിച്ചിരുന്ന ഒരു സ്ഥലമാണ് ആൾക്കാർ വന്ന്. ഇപ്പോൾ നേരത്തെ എൻ്റെ ബഹുമാനായിട്ടുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റേ BJPയുടെ സുഹൃത്ത് പറഞ്ഞ പോലെ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണത്. അതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം ആ പറയുന്ന ഗ്രൗണ്ടിനില്ല. ഇവിടെ ഇപ്പോൾ ഇവർ കഴിഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ ഇതുപോലെ ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി സ്ഥലം മാറ്റി ഒരു 100 മീറ്റർ എന്താ ഇത്രയും ഗ്രൗണ്ട് ഇതിൽ പണി നടക്കാത്ത സമയത്ത് പോലും ഉപജില്ല കലമത്സരം ഇവിടെ എല്ലാം നടക്കുക, അല്ല മറ്റേ സ്പോർട്സ് ഇവിടെ എല്ലാം നടക്കുക, ചാലക്കുടിക്ക് പോകണം. അതിനുള്ളിലാണ് ഈ പറയുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയം കൂടി പണത് ഇല്ലേ. എന്ന് വെച്ചാൽ 100 മീറ്ററിന് പോലും ട്രാക്ക് കിട്ടാത്ത സ്ഥലമാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ, അതായത് ഇതിലൊരു സമകാലീനമായിട്ടുള്ള വിഷയങ്ങളുള്ളത് ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം കോടികൾ മുടക്കി പണി തീർത്ത ഒരു സ്റ്റേഡിയമാണത്. അപ്പോൾ അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊളിച്ചു കളയുക, അതിനെക്കുറിച്ച് എന്താണ്? അല്ല, അതിൽ നമ്മളെ സംബന്ധിച്ചോളം ഒരു ഭരണകൂടം ആ ഭരണകൂടം നിലനിൽക്കുക, ഇത് കോൺഗ്രസ് ആയാലും ആര് ഭരിച്ചാലും, ഇപ്പോൾ ഈ മാള ഗ്രാമപഞ്ചായത്ത് നിലനിൽക്കുന്നതായാലും ആര് ഭരിച്ചാൽ പോലും ഈ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഒരു മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണാധികാരികളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല ഇപ്പം നിലനിൽക്കുന്ന കാര്യം. അത് നമ്മൾ തീരുമാനിച്ചാലും ഏത് തീരുമാനിച്ചാലും നടക്കില്ല. അത് ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അത് എത്തപ്പെട്ട് കഴിഞ്ഞു. കാരണം എന്താ അറിയോ, അതിൻ്റെ ഉടമസ്ഥർ വേണ്ട രീതിയിലേക്കുള്ള പിടിമുറുക്കി. കേന്ദ്ര ഗവൺമെൻറ്റിൽ വലുതല്ലല്ലോ സംസ്ഥാന ഗവൺമെൻറ് വലുതല്ലല്ലോ മറ്റേ ഗ്രാമപഞ്ചായത്ത്. ഇത് അതിൻ്റെ ആ പറയുന്ന എല്ലാ മൂല്യങ്ങളും എല്ലാ പറയുന്നതുകളും കാത്തിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആയതുകൊണ്ട് ഈ പറയുന്ന രീതിയിലേക്ക് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കോടികൾ മുടക്കി, അതിൽ കോടികൾ മുടക്കിയതിൻ്റെ ഉത്തരവാദി ആരാ? അല്ല, ആരാണിത്? ഈ നിലനിൽക്കുന്ന ഡീഡ് മാറ്റാൻ കഴിയുമോ? ആ നിലനിൽക്കുന്ന 1955 മാള ഗ്രാമപഞ്ചായത്തുമായി ഉണ്ടാക്കിയ ഡീഡ് നിലനിൽക്കുന്നതിൽ ആ ഡീഡിനെ മറികടന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ഇതാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. ഇല്ല, അതൊന്നും ചെയ്തില്ലെങ്കിൽ അവിടെ കിടന്നേനെ, ഒരു കുഴപ്പമില്ല. മാളക്കാർ ആ പറയുന്ന അവിടുത്തെ കളിക്കാനും ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങളെ സംബന്ധിച്ചോളം ഇടതുപക്ഷ ജനാധിപത്യത്തിന് പുതിയതായിട്ട് ഇപ്പോൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ അത് എല്ലാ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റേഡിയം ഞങ്ങൾ പണിയുന്ന രീതിയിലേക്ക് അതിൻ്റെ കാര്യം ഉണ്ടാകും. അതിവിടെയല്ല,
അതിവിടെയല്ല. ഏത് പ്രസ്ഥാനം ഇനി വന്നാലും അത് പൊളിക്കപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. ആ നിലയിലുള്ള അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പത്രമാധ്യമങ്ങൾ, ആ ദൃശ്യമാധ്യമങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിവരങ്ങൾ അറിയുന്നത്. ഇതിപ്പോൾ നിലനിൽക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള എഗ്രിമെൻറ്റുകളും അല്ലെങ്കിൽ ഉത്തരവുകളും പരിശോധിച്ചറിയാം എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളത്. മാള ഗ്രാമപഞ്ചായത്തിനോ സംസ്ഥാന ഗവൺമെൻറ്റോ ഈ വിഷയത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത് ഇന്ന് നിലനിൽക്കുന്ന അന്താരാഷ്ട്ര തലത്തിലും അത് അഖിലേന്ത്യാ തലത്തിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആ പറയുന്ന രീതിയിലേക്ക് ഒട്ടേറെ ഉത്തരവുകൾ നിലനിൽക്കുന്നുണ്ട്. ആ ഉത്തരവുകളെ പരിശോധിച്ചറിയാം എങ്ങനെ മുന്നോട്ട്. പിന്നെ അതിൻ്റെ പുറത്ത് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്ത് അന്യോന്യം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് ഉത്തരവാദികളായുള്ള ആൾക്കാർ ഇടതുപക്ഷക്കാരല്ല. അത് ആ രീതിയിലേക്ക് അതാണ് ഞങ്ങൾക്ക് അതിന് വാർത്തൂപ്പിക്കാനുള്ളത്. BJP-നോടൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് പൊളിക്കപ്പെടും എന്ന് തന്നെയാണ് ഭരണപക്ഷം, അതായത് കഴിഞ്ഞുപോയ ഭരണപക്ഷം പറയുന്ന ഒരു രീതി, അത് പൊളിക്കപ്പെടും എന്ന് തന്നെയാണ്. അപ്പോൾ അത് പൊളിക്കപ്പെടുന്നതിൽ BJP-ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓൾറെഡി അത് നമ്മുടെ കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഓൾറെഡി ഇടപെട്ട കേസാണ്. ശരി, അതായത് 2017 ആരാധനയായ 2017 ആരാധനയായ നരേന്ദ്രമോദി ഇസ്രായേലിൽ സന്ദർശന വേളയിൽ നമ്മുടെ ഇവിടുന്ന് പോയ മാളയിൽ നിന്ന് പോയ ജൂയിഷ് അസോസിയേഷൻ്റെ കുറച്ച് മെമ്പർമാർ നരേന്ദ്രമോദിക്ക് ഒരു നിവേദനം കൊടുക്കുകയും ആ ഒരു നിവേദന പ്രകാരം ഇസ്രായേലിലുള്ള ഇന്ത്യൻ അംബാസഡർ നമ്മുടെ സംസ്ഥാന പുരാവസ്തു വകുപ്പിന് ഒരു ലെറ്റർ എഴുതുകയും ചെയ്തിരുന്നു. ആ ലെറ്റർ ആദ്യം ഈ പറയുന്ന LDF ഇവിടുത്തെ സർക്കാർ മുക്കി അതിനെക്കുറിച്ചൊരു നീക്കുപോക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറിക്കാണ് അടുത്ത ലെറ്റർ വരുന്നത്. അപ്പോഴാണ് കറക്റ്റ് പൊള്ളണത് വരും. ആ മുഖ്യ സമയത്ത് ഇവർക്ക് ആ സമയത്ത് പുരാവസ്തു അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, വ്യക്തമായിട്ട് പുരാവസ്തു കാര്യങ്ങളൊന്നും ഇല്ല. അതിനുശേഷമാണ് ചീഫ് സെക്രട്ടറിക്ക് ലെറ്റർ വരുന്നതും ആ ലെറ്റർ പ്രകാരം പഞ്ചായത്തിലേക്ക് ചീഫ് സെക്രട്ടറി ലെറ്റർ വിടുന്നതും അതിനുശേഷമാണ് ഇവരെല്ലാവരും സ്പീഡപ്പാവുന്നത്. ഈ കാര്യങ്ങൾ BJP-നെ സംബന്ധിച്ച് പറയാനുള്ളത്, ഒരു സ്റ്റേഡിയം അതിനെ സംബന്ധിച്ച് BJP-ക്ക് എതിർപ്പൊന്നുമില്ല. കാരണം ഒരുപാട് ആൾക്കാർക്ക് കളിക്കാനും ഒരുപാട് സ്പോർട്സ് താരങ്ങൾ വളരാൻ വേണ്ടി ഉള്ള ഉപകാരമാവുന്ന ഒരു സ്റ്റേഡിയം. പക്ഷേ ഇത്രയും കേസുകളിലും ഇത്രയും വ്യക്തമായിട്ട് കോടതി ഇടപെട്ട ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് അന്നത്തെ ഭരിച്ച കോൺഗ്രസ് സർക്കാർ ഈ പറയുന്നതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്? ഇതൊന്നും അറിയാണ്ടാണോ ഈ പറഞ്ഞ ഇടതുപക്ഷം AK ചന്ദ്രൻ നിയമസഭയിൽ ഒരു MLA എന്ന് പറഞ്ഞ വ്യക്തി അത്യാവശ്യം അറിവിനോളൊക്കെയുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ ഇത്രയും കേസ് ഉണ്ടായിട്ടും ഇത്രയും കോടതി സ്റ്റേ ഓർഡർ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ സൗത്ത് മിഷനിൽ 1 കോടി രൂപയ്ക്ക് മാളയിൽ സ്റ്റേഡിയം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്? അന്നൊന്നും നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റേഡിയം ജൂത പൈതൃകമായിരുന്നില്ലേ 2011 കാലഘട്ടങ്ങളിൽ? കോടതി പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ഫോറം, അതായത് കീഴ്ക്കോടതിയിൽ പോയി കേസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവരുടെ ആവശ്യം തള്ളി എന്ന് പറയുന്ന ക്ലോസ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ കാറ്റഗറിയിലുള്ള ജൂതന്മാർക്കെതിരെയുള്ള പീഡനം എന്ന വ്യവസ്ഥ മാത്രമാണ് തള്ളിക്കളഞ്ഞത്. മറ്റത് പറഞ്ഞത് കറക്റ്റ് നിങ്ങൾ കീഴ്ക്കോടതിയിൽ പോയി കേസ് നടത്താനാണ്. മുൻസിഫ് കോടതിയിൽ അതാണ് ഈ ഓൾറെഡി കേസ് നടന്ന പിരിയാനോട് മുൻസിഫ് കോടതിയിലാണ്. കറക്റ്റ് അല്ലേ? മുൻസിഫ് കോടതിയിലാണ്. BJP-ക്ക് പറയാനുള്ളത്, ഈ പറയുന്ന ഒരു 200 മീറ്റർ പോലാത്തൊരു ട്രാക്കിൽ ഒരു 3,20,00,000 രൂപ ജനങ്ങളുടെ നികുതി പണം എന്തടിസ്ഥാനത്തിലാണ് വിനിയോഗിച്ചത്? എന്തെല്ലാം കാര്യങ്ങൾ മാള ചെയ്യായിരുന്നു ഈ 3,20,00,000 രൂപയ്ക്ക്? വർഷങ്ങളായിട്ട് കഴിഞ്ഞ 67 വർഷമായിട്ട് 53 മുതൽ 2020 വരെ കഴിഞ്ഞ 67 വർഷമായിട്ട് മാളയിൽ മാറി ഭരിക്കുന്ന 2 പാർട്ടിയാണ്, ഒന്ന് കോൺഗ്രസും ഒന്ന് CPM. ഈ CPM ഇരിക്കുന്ന സമയത്താണ് ഈ ജൂത സിനഗോഗ് കമ്മ്യൂണിറ്റി ഹാളാക്കി മാറ്റിയത്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ്. ഇയറിംഗ് ഓർമ്മയില്ല കറക്റ്റായിട്ട്, ഇയറിംഗ് ഓർമ്മയില്ല. പണ്ടെപ്പോഴോ കുറച്ച് നാള് ആ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്, അത് തുടർന്ന് വന്ന സാധനമാണ്. കമ്മ്യൂണിറ്റി അത് അന്നും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പൈതൃക വേദിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കമ്മ്യൂണിറ്റി ഹാൾ ഉപയോഗിക്കാൻ പാടില്ല? അതിന് അന്നൊരു നിലപാടും വർഷം കഴിയുമ്പോൾ ഒരു 10-20 വർഷം കഴിയുമ്പോൾ വേറെ നിലപാടും വരുന്നതിന് 2 നിലപാടെന്നാണ് ഞാൻ പറയാം. ഫസ്റ്റത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് AD ജോസഫ് ആള് ഈ അഗ്രിമെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് മൊത്തം വിഴുങ്ങാൻ നോക്കിയ വ്യക്തിയാണ്. അന്ന് മുതൽ ഇന്ന് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇത്രയും പ്രോബ്ലം ഉണ്ടായിട്ട്, അതായത് BJP-നെ സംബന്ധിച്ചിട്ട് ഒരു സ്റ്റേഡിയം വന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒറ്റ ഓപ്ഷൻ ചെയ്യാൻ പറ്റും ഇവർക്ക്. മാളയെ സംബന്ധിച്ചിട്ട്, മാളയുടെ ചരിത്രം അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് മാളയിൽ സ്റ്റേഡിയം ഈ 3 കോടി ഇൻവെസ്റ്റ് ചെയ്ത ആരാണോ 3 കോടി ഈ പറഞ്ഞ നികുതി പണം അനാവശ്യമായിട്ട് കൈയിട്ട് വരാൻ വേണ്ടി ഈ പറഞ്ഞ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നത് ആരാണോ അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കറക്റ്റായിട്ട് നിയമ നടപടി സ്വീകരിച്ച് അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. അതുകൂടാതെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സ്റ്റേഡിയം സജീവമായി കണ്ടെത്തുക. ഇപ്പോൾ ഉള്ള ഈ പറയുന്ന ജൂത സെമിത്തേരിയിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് വേണ്ടത്. കാരണം മാള എന്ന് പറയുന്നത് ചരിത്രപരമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. നികുതി പണം ചെലവഴിക്കുന്നു. പ്രശ്നം മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ വരുന്ന നികുതി പണം ചെലവഴിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റിന് അതിന് കൃത്യമായും അതിന് പദ്ധതികളുണ്ട്. ആ പദ്ധതി ചെലവഴിക്കുമ്പോൾ എങ്ങനെയാണ് അഴിമതിയില്ലാതെ ചെലവഴിക്കേണ്ടത് കൃത്യമായ നോംസ് ഉണ്ട്. ഇതൊന്നും പരിഹരിക്കാനായിട്ട് ഒരു പദ്ധതിയും ഇല്ല, ഒരു ആക്ടിവിസ്റ്റും ഇല്ല. വികസനം എന്ന് പറയുന്നത് എന്താണ് മാള പഞ്ചായത്ത്? മാളയിൽ കുറേ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട്. ആ വികസനത്തിൽ സത്യത്തിലൊന്നും ഇപ്പോൾ ഈ കോടികൾ മുടക്കിയിട്ടുള്ള സ്പോർട്സ് അതവിടെ കിടക്കുകയാണ്. അതിൽ ഏത് ഭരണകൂടം വന്നാലും അത് തന്നെ സ്ഥിതി. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ ചെലവാക്കിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ കേന്ദ്ര ആർക്കിയോളജി ഇടപെടാതിരിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്. ആയതുകൊണ്ടാണ് ഇത് മുസ്ലിം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ മറ്റേ ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്കുള്ള ഇത് തന്നെ. അതെ, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഇത് ഈ സാധനം ഇപ്പോൾ മുസ്ലിം പദ്ധതി ഏറ്റെടുത്തു കഴിഞ്ഞല്ലോ. അതായത് നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്റ്റേഡിയം അങ്ങനെ വരണമെങ്കിൽ എത്ര കൊല്ലം മാളക്കാർ കാത്തിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ല ഇവര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിൽ 8 അല്ല 80 കൊല്ലം കഴിഞ്ഞാലും മാളയിൽ സ്റ്റേഡിയം വരില്ല. 3000 കോടിയിൽ പട്ടേലിന്റെ സ്ഥാനം പണിത് പാവപ്പെട്ടവന്റെ നെഞ്ചത്താവണത് അല്ല. ഞാൻ പറഞ്ഞത് 3000 കോടിയുടെ ഈ പറയുന്ന പട്ടേലിന്റെ പ്രതിമ പണിത് ആർക്കെന്ത് ഗുണമുണ്ട്? ഇത് ആർക്ക് കാക്കയ്ക്ക് പോലും കയറിയിരിക്കാൻ പറ്റില്ല, അത്ര ഉയരത്തിൽ സ്ഥാനം പണിത്. പാവപ്പെട്ടവന് എനിക്കൊരു ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം. കേരളം വിട്ട് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഇവിടെ നിർത്തണമെങ്കിൽ കോൺഗ്രസിന്റെ വളരെ ചരട് വേണം. അതൊക്കെ വിട്ടേക്ക്, അതൊന്നും വിട്ടേക്ക്. അതൊക്കെ രാഷ്ട്രീയമാണ്, അതിനൊന്നും വിഷയമല്ല. അതൊക്കെ വെറും രാഷ്ട്രീയമാണ്. പ്രശ്നോ അതൊക്കെ വെറും രാഷ്ട്രീയമാണ്. പറയുന്നില്ലല്ലോ, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയില്ല. നമ്മൾ പറഞ്ഞെന്താ, നിലവിൽ നിൽക്കുന്ന സാഹചര്യങ്ങളും അതിന്റെ കോടതി വ്യവഹാരങ്ങളും ഇതെല്ലാം പരിശോധിച്ചിട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷെ എങ്കിൽ പോലും മാളയ്ക്കൊരു സ്റ്റേഡിയം നഷ്ടപ്പെടാതെ ഞങ്ങൾ കാക്കും.